ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആളുകളുടെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ഷഹീർ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഫെമിനിസ്റ്റും ടീച്ചറുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലാണ്. പുള്ളിക്കാരിൻ്റെ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സീസണിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഡാൻസറും ഡോക്ടറുമായിട്ടുള്ള ജാനകി ഓംകുമാറാണ്. പുള്ളിക്കാരിനെ ഈ സീസണിൽ വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ലൈഫ് സ്റ്റൈൽ വ്ളോഗറും യൂട്യൂബറുമായിട്ടുള്ള മല്ലു ഫാമിലിയിലെ സുജിനാണ്. പുള്ളിക്കാരനെ ഈ സീസണിലേക്ക് വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും ജാസിയാണ്. പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് പോയി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്നും കാണുന്നില്ല, പക്ഷേ പുള്ളിക്കാരനെ വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് ആങ്കറും ഇന്റർവ്യൂവറുമായിട്ടുള്ള റോഹൻ ലോണയാണ്. പുള്ളിക്കാരൻ്റെ ഒരുപാട് ഫേമസ് ഇന്റർവ്യൂ ഒക്കെ യൂട്യൂബിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ വിളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ആക്ടറായിട്ടുള്ള ജിഷിൻ മോഹനാണ്. പുള്ളിക്കാരൻ ഒരുപാട് സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ വിളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പുള്ളിക്കാരനെ കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലൊക്കെ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഈ സീസണിലും വിളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് വ്ളോഗറും ഇൻഫ്ലുവൻസറുമായിട്ടുള്ള അൽത്വാഫാണ്. പുള്ളിക്കാരനെ ഈ സീസണിലേക്ക് വിളിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് സീരിയൽ ആർട്ടിസ്റ്റായ ബീന ആന്റണിയാണ്. പുള്ളിക്കാരി കഴിഞ്ഞ സീസണിന് മുന്നത്തെ സീസണിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ സീസണിലും പുള്ളിക്കാരിനെ വിളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്തത് ആക്ട്രസും ഡാൻസറുമായിട്ടുള്ള ഷാലു മേനോനാണ്. ഷാലു മേനോൻ ഒരുപാട് സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ടിൽ കുറേ സീരിയൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിനെ വിളിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും അതിന് മുന്നത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പുള്ളിക്കാരിയുടെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പുള്ളിക്കാരിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് ആക്ടറായിട്ടുള്ള ബിബിൻ ജോസാണ്. പുള്ളിക്കാരൻ ഒരുപാട് സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏഷ്യാനെറ്റിൽ 2 സീരിയൽസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സിനിമയിൽ കുറച്ച് ചെറിയ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ട് ബിബിൻ ജോസിനെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോ വരുന്നേക്കും ബൈ.